Hello friends, HCF അതായത് ഹയസ്റ്റ് കോമൺ ഫാക്ടർ. HCF തന്നെ പറയുന്ന മറ്റു പേരുകളാണ് ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ, GCD, അതുപോലെ തന്നെ ഗ്രേറ്റസ്റ്റ് കോമൺ മെഷേഴ്സ്, GCM. ഇതിൽ നാം സാധാരണ ഉപയോഗിക്കുന്നത് HCF എന്ന ടേമാണ്, ഹയസ്റ്റ് കോമൺ ഫാക്ടേഴ്സ്. ഈ വേർഡിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് ഇതൊരു ഫാക്ടറാണ്, ഹയസ്റ്റ് കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. നാം ഫാക്ടറിനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു എക്സാമ്പിൾ എടുക്കാം. 60ൻ്റെ ഫാക്ടേഴ്സാണ് 1, 2, 3, 4, അതുപോലെ 5, 6, 10, 12, 15, 20, 30, 60. 60ന് ഇത്രയും ഫാക്ടേഴ്സാണുള്ളത്. ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 60നെ ഈ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയും, റിമൈൻഡർ ഒന്നുമില്ലാതെ ഹരിക്കാൻ കഴിയും എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുക്കാം. 45. 45ൻ്റെ ഫാക്ടേഴ്സാണ് 1, 3, 5, 9, 15, അതുപോലെ 45. ഓക്കെ, ഇനി 60ൻ്റെയും 45ൻ്റെയും ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഈ ടേബിളിൽ നിന്ന് നമുക്ക് ലഭ്യമാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഹയസ്റ്റ് ആയിട്ടുള്ള കോമൺ ഫാക്ടർ 15ആണ്. അതായത് 15 45ൻ്റെ ഫാക്ടേഴ്സിലുമുണ്ട്, അതുപോലെ തന്നെ 60ൻ്റെ ഫാക്ടേഴ്സിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ 60ൻ്റെയും 45ൻ്റെയും ഹയസ്റ്റ് കോമൺ ഫാക്ടർ 15ആണ്. അതുപോലെ തന്നെ കോമൺ ആയിട്ടുള്ള മറ്റ് ഫാക്ടറുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊന്ന് കാണാം. 5 എന്ന് പറഞ്ഞത് രണ്ടിലും കോമൺ ആണ്. അതുപോലെ തന്നെ 3ഉം രണ്ടിലും കോമൺ ആണ്. അതുപോലെ 1ഉം കോമൺ ആണ്. ബട്ട് ഹയസ്റ്റ് ആയിട്ടുള്ള കോമൺ ഫാക്ടർ 15ആണ്. അതുകൊണ്ട് ഹയസ്റ്റ് കോമൺ ഫാക്ടർ HCF എന്ന് പറഞ്ഞാൽ 15ആണ്. ഇനി ഹയസ്റ്റ് കോമൺ ഫാക്ടറിനെ നമുക്ക് വേറൊരു ലാംഗ്വേജിലൊന്ന് പരിചയപ്പെടാം. അതായത് ബുക്കുകൾ. മാത്സിൻ്റെ 60 ബുക്കുണ്ട്. അതുപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെ 45 ബുക്സ് ഉണ്ട്. ഈ ബുക്കുകളെ ഒരു അലമാരയുടെ റാക്കുകളിൽ നമുക്ക് ലേഔട്ട് ചെയ്യണം. അലമാരയ്ക്ക് ഒരുപാട് റാക്കുകളുണ്ട്. ഓക്കെ, ഈ റാക്കുകളിൽ ലേഔട്ട് ചെയ്യണം. ലേഔട്ട് ചെയ്യുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ റാക്കുകളും സെയിം നമ്പർ ഓഫ് ബുക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെ മാക്സിമം ബുക്കെന്ന് പറഞ്ഞാൽ ഒരു റാക്കിൽ വരേണ്ട മാക്സിമം ബുക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 60 ബുക്കാണ് മാക്സിനുള്ളത്. മാക്സിൽ 60 ബുക്കിൽ 15 ബുക്ക് ഫസ്റ്റ് റോയിൽ പ്ലേസ് ചെയ്യുക, അടുത്ത 15 ബുക്ക് അടുത്ത റോയിൽ പ്ലേസ് ചെയ്യുക, അതിനുശേഷം 15 നെക്സ്റ്റ് റോയിൽ പ്ലേസ് ചെയ്യുക, അതിനുശേഷം 15 അടുത്ത റോയിൽ പ്ലേസ് ചെയ്യുക. ഓക്കെ, 15 2 30 45 60 ഓക്കെ മാക്സിൻ്റെ 60 ബുക്കുകൾ
ഇതുപോലെ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇംഗ്ലീഷിൻ്റെ 45 ബുക്കുകൾ 15 ബുക്ക് ഈ റാക്കിൽ പ്ലേസ് ചെയ്യുന്നു. അടുത്ത 15 ബുക്ക്, അടുത്ത 15 ഇംഗ്ലീഷിൻ്റെ ബുക്ക് പ്ലേസ് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത് ബുക്കുകളെ എല്ലാ റോയിലും സെയിം നമ്പർ വെച്ച് ലേഔട്ട് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ ലേഔട്ട് ചെയ്യുമ്പോൾ ഒരു റാക്കിൽ വരുന്ന മാക്സിമം നമ്പർ ഓഫ് ബുക്ക് എന്ന് പറഞ്ഞാൽ 15 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ എല്ലാ റാക്കിലും നമുക്ക് കറക്റ്റ് നമ്പറായി ലേഔട്ട് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ 15 എന്ന ഒരു റാക്കിൽ വരുന്ന ബുക്കുകളുടെ എണ്ണം 15, അതായിരിക്കും HCF. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി HCF കണ്ടെത്തുന്നതിനുള്ള ഷോർട്ട് കട്ട് മെത്തേഡ്, നാം HCF കണ്ടെത്തുന്നതിന് വേണ്ടി 60, 45 ഇങ്ങനെ എഴുതി കോമൺ ഫാക്ടർ ഡിവൈഡ് ചെയ്ത് നാം നമ്മുടെ സ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഇന്ന് പഠിക്കുവാൻ പോകുന്നത് HCF ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിനുള്ള ഷോർട്ട് കട്ട് മെത്തേഡാണ്. ആദ്യത്തെ എക്സാമ്പിളായിട്ട് നമുക്ക് 60ഉം 45ഉം തന്നെ എടുക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിനെ അസെൻഡിങ് ഓർഡറിൽ എഴുതുക. 45, 60 അസെൻഡിങ് ഓർഡറിൽ എഴുതിയ ശേഷം ഈ നമ്പറുകളുടെ ഡിഫറൻസ് എടുക്കുക. 45 60ൽ നിന്ന് 45 പോയാൽ 15 ആണ്. ഓക്കെ, ഇനി ചെക്ക് ചെയ്യേണ്ടത് ഈ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് നമ്പറുകളുടെയും ഡിവൈസർ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാവും 45നെ 15 കൊണ്ട് നമുക്ക് നിശേഷം ഹരിക്കാൻ കഴിയും. അതുപോലെ തന്നെ 60നെയും 15 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ HCF 15 ആണ്. വേറൊരു എക്സാമ്പിൾ എടുക്കാം. രണ്ടാമത്തെ എക്സാമ്പിൾ 21, അതുപോലെ തന്നെ 35. ആദ്യം ഇതിനെ അസെൻഡിങ് ഓർഡറിൽ എഴുതി, അതിനുശേഷം ഇവ തമ്മിലുള്ള ഡിഫറൻസ് 14 ആണ്. ഇനി ചെക്ക് ചെയ്യേണ്ടത് ഈ രണ്ട് സംഖ്യകളെയും ഈ 14 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ എന്നാണ്. ഇവിടെ നിന്ന് വ്യക്തമാണ് നമുക്ക് 21നെ 14 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നാം ചെയ്യേണ്ടത് ഈ 14നെ ഫാക്ടറൈസ് ചെയ്യുക എന്നാണ്. ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 7 × 2 × 1 എന്ന് എഴുതാം. ഈ 14നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 1 ഇവിടെ എഴുതാൻ മറക്കരുത്. ഓക്കെ, ഇനി ചെയ്യേണ്ടത് ഈ രണ്ട് സംഖ്യകളെയും 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യുക. 21നെയും 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ 35നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് 7 സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഇവയെ ഡിവൈഡ് ചെയ്യുക. 7 3 21, 7 5 35. ഓക്കെ, ഇനി ചെക്ക് ചെയ്യേണ്ടത് ഈ കിട്ടിയ നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നാണ്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് 2 നമുക്ക് അവോയ്ഡ് ചെയ്യാം. അവോയ്ഡ് ചെയ്ത് ബാക്കി കിട്ടുന്ന റിസൾട്ടിൽ 7ഉം 1ഉമാണ്. 7 7. അതുകൊണ്ട് തന്നെ HCF 7 ആണ്. അടുത്ത എക്സാമ്പിൾ നോക്കാം. മൂന്നാമത്തെ എക്സാമ്പിൾ 60ഉം അതുപോലെ തന്നെ 24. 60ൻ്റെയും 24ൻ്റെയും HCF എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാമെന്ന് നോക്കാം.
60ഉം 24ൻ്റെയും ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 36 36 എന്ന് പറയുന്നത് 60ൻ്റെയും 24ൻ്റെയും ഡിവൈസർ അല്ല. അതുകൊണ്ട് തന്നെ 36നെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 3 × 3 × 2 × 2 × 1 എന്ന് എഴുതാം. 36നെ നമുക്കിങ്ങനെ എഴുതാവുന്നതാണ്. ഇതെങ്ങനെയാണ് ഫാക്ടറൈസ് ചെയ്യുന്നത് നമുക്കറിയാം. 36നെ ഡിവൈഡ് ചെയ്യുക. ഈ പ്രോസസ്സ് നാം പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇനി ഈ രണ്ട് സംഖ്യകളും 3 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ 3നെ നമുക്ക് ഫസ്റ്റ് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് 60നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 20, 24നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 8. ഓക്കെ. ഇനി നെക്സ്റ്റ് ഉള്ള ഈ 3നെ 20 കൊണ്ടും 8 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഇത് നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഈ 3 നമുക്ക് അവോയ്ഡ് ചെയ്യാം. അതിനുശേഷം 2 എടുക്കുക. 2നെ 20 കൊണ്ടും 4 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2 സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഡിവൈഡ് ചെയ്യുക. 20നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10. അതുപോലെ തന്നെ 8നെ 4 കൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4. ഓക്കെ. അതിനുശേഷം അടുത്ത നമ്പർ ചെക്ക് ചെയ്യുക. 2. ഈ 2നെ 10 കൊണ്ടും 4 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ? കഴിയും. അതുകൊണ്ട് ഈ 2ഉം സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഡിവൈഡ് ചെയ്യുക. 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5, 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2. അടുത്തത് 1 1ഉം സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ സെലക്റ്റഡായ നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുക. 3, 2, 2, 4, 4, 3, 12. അതുകൊണ്ട് തന്നെ HCF = 3 × 2 × 2. ഈ 3 × 2 × 2 = 12. ഓക്കെ. ഇതുവരെ നാം ചെയ്തത് രണ്ട് സംഖ്യകളുടെ HCF എങ്ങനെ ഫൈൻഡ് ചെയ്യാമെന്നാണ്. ഇനി നമുക്ക് ഒരു 2ൽ കൂടുതൽ നമ്പർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതായത് 12, 30, 75, 96. ഓക്കെ. ഈ നമ്പറുകളുടെ HCF എങ്ങനെ കണ്ടു ചെയ്യാം? ആദ്യത്തെ സ്റ്റെപ്പ്, തന്നിരിക്കുന്ന നമ്പറെ അസെൻഡിൽ ഓർഡർ എഴുതുക. ഇവിടെ ഓൾറെഡി അസെൻഡിങ് ഓർഡറിൽ തന്നെയാണ്. അതിനുശേഷം ഇവയുടെ ഡിഫറൻസ് എടുക്കുക. 30ഉം 12ൻ്റെയും ഡിഫറൻസ് 18. ഓക്കെ. 30ഉം 45ൻ്റെയും 75ൻ്റെയും ഡിഫറൻസ് 45. അതിനുശേഷം 75ൻ്റെയും 96ൻ്റെയും ഡിഫറൻസ് 21. ഓക്കെ. ഇനി ഇവിടെ നിന്ന് സെലക്ട് ചെയ്യേണ്ടത് ഈ ഡിഫറൻസുകളിൽ ഏറ്റവും ചെറിയ ഡിഫറൻസ്, അതായത് 18. ഈ 18 കൊണ്ട് ഈ തന്നിരിക്കുന്ന നമ്പറുകളെ എല്ലാം ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ? ഡിവൈസറാണോ? അല്ല. 12 എന്ന് പറഞ്ഞാൽ 18ൻ്റെ ഡിവൈസർ അല്ല. അതുകൊണ്ട് തന്നെ അടുത്ത സ്റ്റെപ്പ് നാം നേരത്തെ പഠിച്ചതുപോലെ തന്നെ 18നെ ഫാക്ടറൈസ് ചെയ്ത് എഴുതുക. 3 × 3 × 2 × 1. ഇനി നമ്പർ ഒന്നുകൂടി ഞാൻ എഴുതാം. 30, 75, 96. ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഈ നമ്പറുകളെ ഈ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ?
കഴിയും. അതുകൊണ്ട് ആദ്യത്തെ 3 നമുക്ക് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം ഈ 3 കൊണ്ട് ബാക്കിയുള്ള നമ്പറുകളെ ഡിവൈഡ് ചെയ്യുക. 4 3 12, 10 3 30, 25 3 75, 32 3 96. ഇനി അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത്, അടുത്ത നമ്പർ എടുക്കുക 3, വീണ്ടും 3 ആണ്. ഈ 3 കൊണ്ട് ഈ നമ്പറുകളെ ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ? കഴിയില്ല. അതുകൊണ്ട് ഇത് നമുക്ക് അവോയ്ഡ് ചെയ്യാം. അടുത്ത നമ്പർ എടുക്കുക 2, ഈ 2 കൊണ്ട് ഈ നമ്പറുകളെ ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ? കഴിയില്ല. അതുകൊണ്ട് 2ഉം അവോയ്ഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് HCF കിട്ടുന്നത് 3. വേറൊരു എക്സാമ്പിൾ നോക്കാം. 27 32. ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 5 ആണ്. ഈ 5നെ 27 കൊണ്ടും 32 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ 5നെ ഫാക്ടറൈസ് ചെയ്യുന്നു. 5നെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 5 × 1. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് 5 കട്ടാവുന്നു. ബാക്കിയുള്ളത് 1 ആണ്. അതുകൊണ്ട് തന്നെ HCF = 1. ഓക്കെ, താങ്ക് യു.